ആലപ്പുഴ പെരുമ്പളം ദ്വീപ് നിവാസികളുടെ തലമുറകളായുള്ള കാത്തിരിപ്പിനാണ് ഇന്ന് വിരാമമാകുന്നത്. പെരുമ്പളം പാലം ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. കായലിന് കുറുകെ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും നീളമേറിയ പാലമാണ് പെരുമ്പളം പാലം. 2016-17 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ 100 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അർജുൻ. അങ്ങനെ യാത്രാ ക്ലേശത്തിന്റെ ഏറ്റവും നീണ്ട കാത്തിരിപ്പിന് കൂടിയാണ് ഇന്നിപ്പോൾ വിരാമമാകുന്നത്. ഒപ്പം ടൂറിസം സാധ്യതകൾ കൂടി തുറന്നുകൊണ്ടാണ് പെരുമ്പളം പാലം തുറക്കപ്പെടുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന. ആലപ്പുഴ ജില്ലയിലെ അരൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട അരൂക്കുറ്റിയിലെ പെരുമ്പളം ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലം എത്രയോ കാലമായി ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു, കാത്തിരിപ്പായിരുന്നു. ഒരു ദ്വീപ് ഒന്നാകെ ഈ പുറം ലോകവുമായി ബന്ധപ്പെട്ടിരുന്നത് ഇത്തരത്തിൽ വഞ്ചിയിലും മറ്റുമായിരുന്നു. അവരുടെ ഈ നീണ്ടകാലത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കാൻ പോകുന്നത്. പെരുമ്പളം ദ്വീപിലേക്കുള്ള ഈ പാലം 1155 മീറ്ററാണ്, അതായത് 1 കിലോമീറ്ററിലധികമാണ് ഈ പാലത്തിൻ്റെ നീളം. 11:30 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പാലം നാടിന് സമർപ്പിക്കും. 2016-17 കാലത്താണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഏതാണ്ട് 100 കോടി രൂപ മുടക്കിയാണ് ഈ പാലം നിർമ്മിക്കുന്നത്. ഇതിന് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വളരെ മനോഹരമായ കമാനത്തിലുള്ള ഒരു മനോഹരമായ കമാനങ്ങളടക്കം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മഴവിൽ ആകൃതിയിലാണ് ഈ പാലത്തിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ 11 മീറ്റർ വീതിയുണ്ട്. ഇതിൻ്റെ ഇരുഭാഗങ്ങളിലും ഏതാണ്ട് 1.5 മീറ്ററോളം ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്. വേമ്പനാട്ട് കായലാണ്, അതുകൊണ്ട് തന്നെ ടൂറിസം സാധ്യതകളും പരമാവധി ഉപയോഗിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ മേഖലയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഗതാഗതം വളരെ സുഗമമാകുന്നു. മാത്രവുമല്ല, ഈ ദ്വീപിലേക്ക് ആളുകൾക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്നു. ദ്വീപിൻ്റെ ടൂറിസം സാധ്യതകൾ വളരുന്നു. അങ്ങനെ വലിയ സ്വപ്നങ്ങളാണ്, വലിയ പ്രതീക്ഷകളാണ് ഈ നാടിനൊന്നാകെയുള്ളത്. എന്തായാലും എത്രയോ കാലത്തെ കാത്തിരിപ്പാണ്. ഈ നാട്ടിലെ കുട്ടികൾ പോലും സ്കൂളിലും മറ്റും പോയിക്കൊണ്ടിരുന്നത് ഇത്തരത്തിൽ വഞ്ചിയിലും മറ്റുമായിരുന്നു. ആ ഒരു കാലം അവസാനിക്കുകയാണ്. ഇനി സ്വന്തം വാഹനത്തിൽ അല്ലെങ്കിൽ പൊതുഗതാഗതത്തിലൊക്കെ തന്നെ കൃത്യമായി തന്നെ റോഡ് മാർഗം തന്നെ ഈ ദ്വീപിലേക്ക് എത്താൻ കഴിയും, തിരിച്ചു പോകാൻ കഴിയും. അങ്ങനെ വലിയ പ്രതിസന്ധി കൂടി അവസാനിക്കുകയാണ്. ഇതാ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. കുട്ടികളൊക്കെ തന്നെ സൈക്കിളുമായി ഇത്തരത്തിൽ ഈ ദ്വീപിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ആഘോഷത്തിലാണ് നാട്.